വിഷു ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ. കണിക്കൊന്നയും കണിവെള്ളരിയും എല്ലാം കേരളത്തിൽ നിന്നും ഗൾഫ് വിപണികളിൽ എത്തിയിട്ടുണ്ട്. വാരാന്ത്യമായതിനാൽ ഷോപ്പിംഗ് മാളുകളിൽ നല്ല തിരക്കാണ്. വാരാന്ത്യവും വിഷുവും ഒരുമിച്ചെത്തുമ്പോൾ പ്രവാസികളുടെ ആഘോഷം ഇത്തവണ പൊടിപൊടിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ പുരോഗമിക്കുന്നത്. കണിവെള്ളരിയും കണിക്കൊന്നയും തൂശനിലയും ഒക്കെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവിടെ എത്തിയത്. വിഷുവിന് പർച്ചേസ് ചെയ്യാൻ വന്നു. എന്തൊക്കെ വാങ്ങുന്നു? ഫിനിഷ് എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ? നല്ല ഒരുക്കങ്ങളാണ്. നല്ലതായിട്ടുണ്ട് ആണല്ലേ. വിഷു സദ്യക്ക് വേണ്ടുന്ന റെഡിമെയ്ഡ് സാധനങ്ങൾ ഇതുപോലെ സജ്ജമാണ്. സാമ്പാറിന് വേണ്ടുന്ന വിഭവങ്ങളുണ്ട്, അവിയലിന് വേണ്ടുന്ന വിഭവങ്ങളുണ്ട്, എല്ലാം ഒരൊറ്റ കിറ്റിൽ കഴിക്കാനുള്ള ഇലയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് കണി കാണാനുള്ള വിഭവങ്ങളെല്ലാം ഇതുപോലെ സജ്ജമാക്കിയിട്ടുള്ള കിറ്റുകളും ഇവിടെ ഉണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് 22ഓളം പായസം. അത് ഗൾഫ് രാജ്യങ്ങളിലാകുമ്പോൾ ഡേറ്റ്സിന്റെ പായസമുണ്ട്, അടപ്രഥമനുണ്ട്, മധുരമില്ലാതെ എന്ന് പറയുമ്പോൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള പായസം, അങ്ങനെ പല വിധത്തിലുള്ള പായസങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക്. ലുലുവിൽ വന്നുകഴിഞ്ഞാൽ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. നാട്ടിലും മിസ്സാവാണ്ട് വിഷു മിസ്സാവാൻ പാടില്ലല്ലോ. വിഷു തിങ്കളാഴ്ചയായതിനാൽ പ്രവാസികളുടെ ആഘോഷം ഇത്തവണ ഒരു ദിവസം നേരത്തെ തുടങ്ങും. അവധി ദിവസമായ ഞായറാഴ്ചയാണ് കൂടുതൽ പേരും ആഘോഷിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ആഘോഷം തീരില്ല, അത് നീണ്ടു നിൽക്കും. അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും വിഷു ഈസ്റ്റർ ആഘോഷമാകും. പിന്നീട് ആ ആഘോഷം അടുത്ത ഓണം വരെ നീണ്ടു നിൽക്കും. ഏതായാലും ഷോപ്പിംഗ് മാളുകളിൽ ഇതുപോലുള്ള തിരക്ക് വിഷുവിനുള്ള ഒരുക്കത്തിനുണ്ട്. ദുബായിലെ കിസൈസിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് ഒളിമുറ്റം, മാതൃഭൂമി.